ഫ്രം ദി ബിലോ ഡാറ്റ ഡ്രോ എ ഹിസ്റ്റോഗ്രാം. താഴെ നൽകിയിരിക്കുന്ന ഡാറ്റയുടെ ഹിസ്റ്റോഗ്രാം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഡാറ്റയെ ഹിസ്റ്റോഗ്രാമിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. മാർക്ക് 60 to 65, 65 to 70, 70 to 75, 75 to 80, 80 to 85, 85 to 90. അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസിയും കൂടി ഉള്ള ഒരു ഡാറ്റയായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുണ്ടാവുക. അപ്പോൾ എന്താണ് നമുക്ക് ഫ്രീക്വൻസി അഥവാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. 10, 16, 21, 18, 12, 9 ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡാറ്റ തരിക. ഒരു ക്ലാസ് ഇൻ്റർവെലും തന്നിട്ടുണ്ട്, ക്ലാസ്സും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം ഒരു ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സും ഫ്രീക്വൻസിയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഈ ഫ്രീക്വൻസി എങ്ങനെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രീക്വൻസിയിൽ മാക്സിമം എത്ര വരെ വരുന്നുണ്ട്? 21. ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 21 ആണ്. അതുപോലെ നമ്മുടെ ക്ലാസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? 60ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 90 വരെ ഉണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് വരയ്ക്കുന്നത്. ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ആവശ്യം ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ആണ്. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സും ഫ്രീക്വൻസിയും ഈ ആക്സിസുകളിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. 60 to 65, 65 to 70 ആ ഒരു രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് കുറച്ചൊരു അകലം പാലിച്ചിട്ട് നമ്മൾ എന്തെടുത്തു? സ്റ്റാർട്ടിംഗ് വാല്യൂ 60 എടുത്തു. 65, 70, 75, 80, 85, 90 വരെ നമ്മുടെ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വൈ ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി മാക്സിമം 21 വരെയുണ്ട്. അപ്പോൾ 21 ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വൈ ആക്സിസിൽ 1 to 21 വരെ കൊടുക്കാം, അല്ലെങ്കിൽ 2, 4, 6, 8, 10 അങ്ങനെ 20 വരെ കൊടുക്കാം. നമുക്ക് എങ്ങനെയായാലും നമ്മുടെ 21 എന്നുള്ള വാല്യൂ എവിടെ ഉണ്ടായാൽ മതി? നമ്മുടെ വൈ ആക്സിസിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഒരേ അകലം പാലിച്ചിട്ട് വാല്യൂസ് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 60 to 65 എന്ന് പറയുന്ന ക്ലാസ്സിൽ എത്രയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നത്? 10 ആണ്. അപ്പം വൈ ആക്സിസിൽ 10 വരെ ഹൈറ്റിൽ ഏത് വരയ്ക്കണം? നമ്മുടെ 60ൽ നിന്നും 65 വരെയുള്ള ഒരു ബാറ് വരയ്ക്കണം. 60 സ്റ്റാർട്ട് ചെയ്തിട്ട് 65 വരെയുള്ള വീതിയിൽ നമുക്കൊരു ബാറ് വരച്ചിട്ട് ആ ബാറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം? 10ൽ നമുക്ക് അവസാനിപ്പിക്കാം. അതുപോലെ നെക്സ്റ്റ് ക്ലാസ് 65ൽ നിന്ന് തുടങ്ങി 70 വരെ എടുത്തിട്ട് 16 എന്നുള്ള വരെ വൈ ആക്സിസിൽ ഹൈറ്റിലെടുക്കാം. ഇങ്ങനെ തൊട്ടുള്ള ബോക്സുകൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. ഓരോ ബാറുകളും അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കണം. ഒരേ ഗ്യാപ്പുകളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കുന്ന രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സുകളെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മുടെ ഫ്രീക്വൻസിയും അടയാളപ്പെടുത്തി ആ ഫ്രീക്വൻസിയുടെ ഹൈറ്റിൽ ഓരോ ബാറുകളും കൃത്യ ഉയരത്തിൽ ഹൈറ്റ് ഫ്രീക്വൻസിയുടെ ഉയരം നോക്കി വരയ്ക്കുക. അതുപോലെ സ്കെയിൽ വെച്ച് കൃത്യമായി ഹൈറ്റിൽ വളയാതെ വരയ്ക്കാൻ ശ്രമിക്കുക.